ഹായ് ഫ്രണ്ട്സ്, എന്നെ ഉണ്ട് എല്ലാവർക്കും വിശേഷമൊക്കെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ലോ കലോറി ഡയറ്റ് ചാർട്ടാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്തണ്ടേ. എൻ്റെ പേര് ജ്യോതി, ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്, അതുപോലെ തന്നെ സർട്ടിഫൈഡ് ന്യൂട്രീഷനിസ്റ്റും കൂടിയാണ്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും കസ്റ്റമൈസ്ഡ് ഡയറ്റ് പ്ലാനോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതിയേ. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, അതിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. ഇപ്പം 100 days ചലഞ്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്തിനാണ് ഇപ്പോൾ 2025 ആകാൻ പോവുക, കുറച്ച് നാളോടെ കഴിഞ്ഞ് 2025 ആയി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫിറ്റ്നസ് ചലഞ്ചും പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ജോയിൻ ചെയ്യണം, കസ്റ്റമൈസ്ഡ് ഡയറ്റ് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. ഇതിപ്പോൾ പറയാനുള്ള മെയിൻ റീസൺ, കുറേ ആൾക്കാർ ഇങ്ങനെ എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാറുണ്ട്, മുട്ടുവേദനയ്ക്കുള്ള ഡയറ്റ്, യൂറിക് ആസിഡിനുള്ള ഡയറ്റ്, അല്ലെങ്കിൽ ഇന്ന ഹെൽത്ത് കണ്ടീഷൻസിനുള്ള ഡയറ്റ് ചാർട്ട് ഇടാവോ എന്നും ചോദിച്ച്. നമുക്ക് അങ്ങനെ ഒരു കോമൺ ആയിട്ടൊരു ഡയറ്റ് ചാർട്ട് ഇടുന്നതിൽ പരിമിതികളുണ്ട്. ഓരോ ആൾക്കാരുടെയും ബോഡി ടൈപ്പ് ഡിഫറെൻ്റ് ആണല്ലേ, ഓരോ ആൾക്കാരുടെയും മെറ്റബോളിസവും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഞാൻ ചിലപ്പോൾ കോമൺ ആയിട്ടൊരു ഡയറ്റ് പ്ലാൻ ഇടുമ്പോൾ അത് കുറച്ച് ആൾക്കാർക്ക് ചിലപ്പം ഗുണം ഉണ്ടായേക്കാം, ചില ആൾക്കാർക്ക് ദോഷം ഉണ്ടായേക്കാം. കാരണം നിങ്ങളുടെ ബാക്കി ഹെൽത്ത് കണ്ടീഷൻസും കൂടെ മനസ്സിലാക്കാതെ നമുക്ക് ആസ് എ ഡോക്ടർ നമുക്കങ്ങനെ സജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. വേറെ എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ട്, വേറെ എന്തെങ്കിലും മെഡിക്കേഷൻസിലാണ് നിങ്ങൾ, അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഞാൻ കോമൺ ആയിട്ടൊരു ഡയറ്റ് ചാർട്ട് അങ്ങിടുമ്പോൾ നിങ്ങൾ ഇതൊന്നും അറിയാതെ അത് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചിലപ്പോൾ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്തേക്കാം. അതുകൊണ്ടാണ് ഞാൻ കസ്റ്റമൈസ്ഡ് ഡയറ്റ് പ്ലാൻ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ പറയുന്നത് കേട്ടോ. എൻ്റെ വീഡിയോസിൽ കൂടെ ഞാൻ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൻ്റെ പുറത്തും, അതുപോലെ തന്നെ എൻ്റെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ്, എൻ്റെ ക്ലയൻസിൽ നിന്നുണ്ടായിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസിൻ്റെ പുറത്തുമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള വെയിറ്റ് ലോസ് ടിപ്സ്, അതുപോലെ തന്നെ ന്യൂട്രീഷണൽ ബെനിഫിറ്റ്സ് ഒക്കെയുള്ള വീഡിയോസൊക്കെ ഇനിയും തുടർന്ന് കാണണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ, വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനാബിൾ ചെയ്യണം കേട്ടോ. ഇതെനിക്ക് പറയാൻ വലിയ താല്പര്യം ഉണ്ടായിട്ടല്ല ഉള്ള കാര്യമല്ല, കാരണം നമുക്കിങ്ങനെ വീഡിയോസ് കേൾക്കും, ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്ന കേൾക്കും, ചില ആൾക്കാർക്ക് അത് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ ഇത് പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ മജോറിറ്റി ആൾക്കാർ ഇത് കണ്ടിട്ട് അങ്ങ് സ്കിപ്പായി പോകും. ഇനിയിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നുള്ള ആൾക്കാർ പോലും ചിലപ്പോൾ നമ്മളിത് പറഞ്ഞില്ലേ മറന്നു പോകാറുണ്ട്. അപ്പോൾ വ്യൂ ഉണ്ട്, പക്ഷേ സബ്സ്ക്രിപ്ഷൻ ആകാറില്ല മിക്കവരുടെയും വീഡിയോസിനകത്ത്. അതുകൊണ്ടത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ്, ഇൻട്രസ്റ്റ് തോന്നുകയാണ്, യൂസ്ഫുൾ ആകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കെ. അപ്പോൾ ലോ കലോറി ഡയറ്റ് എന്ന് പറയുന്നത് എന്താണ്? വെരി ലോ കലോറി ഡയറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പേര് പോലെ തന്നെ അതിനകത്തെ കലോറി ഇൻടേക്ക് വളരെ കുറവായിരിക്കും. ശരിക്കും ഇത് നമ്മൾ ആർക്കൊക്കെ എടുത്തുകൂടാ എന്നാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മൾ ഇത് ഒരു മെഡിക്കൽ സൂപ്പർവിഷനോട് കൂടി മാത്രമേ ഈ ഡയറ്റ് നമ്മൾ സജസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ട്. കാരണം ഇത് എന്തെങ്കിലും അസുഖമൊക്കെ ഉള്ള ആൾക്കാരുണ്ട്, എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ കലോറി വളരെ കുറഞ്ഞ അളവിൽ ചെല്ലുമ്പോഴത്തേനും നിങ്ങൾക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടായേക്കാം. അപ്പോൾ മെഡിക്കൽ സപ്ലിമെൻറ്റ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായേക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഇതിൻ്റെ പുറകിലുള്ളത് കൊണ്ടാണ് എല്ലാവർക്കും ഈ ഡയറ്റ് സജസ്റ്റബിൾ അല്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞേക്കാം, ഈ ഡയറ്റ് ഇത് ഫോളോ ചെയ്യണമെന്നുള്ള ആൾക്കാരെ ഈ വീഡിയോയുടെ വാലും തുമ്പും കണ്ടിട്ട് ലോ കലോറി ഡയറ്റ് എടുത്ത് ഫോളോ ചെയ്യരുത്. കാരണം നിങ്ങൾക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ നിങ്ങൾക്ക് 2 ദിവസത്തേനുള്ള ഡയറ്റ് ചാർട്ട് വിടുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ആദ്യത്തെ പോർഷൻസ് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഡയറ്റ് പോയി കണ്ട് അത് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ പണി കിട്ടും. ഓക്കെ, ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് എന്താണ് ലോ കലോറി ഡയറ്റ്, ഇത് ആർക്കൊക്കെ ഫോളോ ചെയ്യാം, ഏതൊക്കെ രീതിയിൽ ഫോളോ ചെയ്യാം, ആരൊക്കെ ഫോളോ ചെയ്തുകൂടാ, ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ദയവ് ചെയ്ത് ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണണം. ഇതിൻ്റെ വാലും തുമ്പും കണ്ടിട്ട് ഇത് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിൻ്റെ സൈഡ് എഫക്റ്റും ഉണ്ടാകും. സോ എന്നെ പിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സോ അത് നിങ്ങൾ കറക്റ്റായിട്ട് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഇതിന് നിങ്ങൾ ആപ്റ്റാണോ എന്ന് സ്വന്തമായിട്ട് ആലോചിച്ച് നോക്കിയിട്ട് മാത്രം ചെയ്യുക. ഇത് ഒബീസ് ആൻഡ് സിവിയർലി ഒബീസ് ആയിട്ടോ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർക്ക്, അതായത് അവരുടെ BMI 30 അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് വെയിറ്റ് ലോസ് ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടാകും, അങ്ങനെയുള്ള എന്തെങ്കിലും എമർജൻസി കണ്ടീഷനുകളിലാണ് ഈ ഡയറ്റ് സജസ്റ്റ് ചെയ്യുന്നത്. അതും ഒരു മെഡിക്കൽ പ്രൊഫഷണലിൻ്റെ നിർദ്ദേശത്തോടു കൂടി മാത്രമേ ഇത് ചെയ്യാറുള്ളൂ. ഒരു ഡയറ്റീഷ്യന് തന്നേക്ക് ഇത് സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ നിങ്ങളാരും ഇത് കണ്ടിട്ട് തന്നെ പോയി 800 കിലോ കലോറി ഡയറ്റ് ഒരാഴ്ചത്തേന് അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ ഡയറ്റ് ഒരിക്കലും ഫോളോ ചെയ്യരുത്. ഇത് ലോങ് ടേം ആയിട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റേ അല്ല.
കാരണം ഇത് നമ്മൾ ലോങ് ടൈം ആയിട്ട് കഴിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻസും വൈറ്റമിൻസും ഒരു സാധനങ്ങളും നമുക്ക് ആവശ്യത്തിന് കിട്ടത്തില്ല. കാരണം ഒരു 800 കലോറി എന്ന് പറയുമ്പം അതിനകത്ത് എന്തോരം ലിമിറ്റഡ് ആയിട്ടായിരിക്കും നമ്മൾ ആഹാരങ്ങൾ കഴിക്കുന്നത്. അതുപോലെ തന്നെ ഇത് നമുക്ക് ജീവിതകാലം മൊത്തം ഇതേപോലെ കുറച്ച് സാലഡ്സും കുറച്ച് സാധനങ്ങളും മാത്രം കഴിച്ച് ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ റീഗെയിൻ ചെയ്യുന്ന അതിൻ്റെ ഒരു ഇതും കൂടുതലായിരിക്കും. കാരണം നമ്മൾ ഈ കലോറി ഇതിൽ നിന്ന് മാറി നമ്മുടെ ഒരു നോർമൽ ലൈഫ് സ്റ്റൈലിലേക്ക് മാറുമ്പം ഉറപ്പായിട്ടും വെയിറ്റ് കൂടും അല്ലേ. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഒരിക്കലും ഫോളോ ചെയ്യാതിരിക്കുക. ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നോർമലി നിങ്ങൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യുന്ന ദിവസങ്ങൾ അങ്ങനെ ഫോളോ ചെയ്യുക. എന്നിട്ട് ആഴ്ചയിൽ 2 ദിവസം മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ 800 കലോറി അല്ലെങ്കിൽ 1000 കലോറിയുടെ ഒരു ഡയറ്റ് എടുക്കാവുന്നതാണ്. ആഴ്ചയിൽ 2 ദിവസം മാത്രം. ശ്രദ്ധിച്ച് കേൾക്കണം, ആഴ്ചയിൽ 2 ദിവസം മാത്രമേ എടുക്കാവുള്ളൂ. അല്ലാതെ ഇതുകൊണ്ട് എനിക്കിപ്പോൾ ഇന്ന് കഴിച്ചിട്ട് വലിയ കുഴപ്പമില്ലല്ലോ, എന്നാൽ പിന്നെ ഈ ആഴ്ച അങ്ങ് എടുത്തേക്കാം. ഈ ആഴ്ച കഴിച്ചിട്ട് എനിക്ക് വലിയ കുഴപ്പമില്ല, എൻ്റെ വെയിറ്റും കുറഞ്ഞിട്ടുണ്ട്, എന്നാൽ പിന്നെ ഒരു മാസത്തേന് എടുത്തേക്കാം. ഒരു മാസം കഴിച്ചിട്ടും കുഴപ്പമില്ല, എന്നാൽ പിന്നെ ഇതങ്ങ് കണ്ടിന്യൂ ചെയ്തേക്കാം എന്നാരും വിചാരിക്കരുത്. കാരണം ഇതിൻ്റെ പ്രശ്നങ്ങൾ പിന്നീടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഇത് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഡയറ്റേ അല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സിലോ അല്ലെങ്കിൽ ഒരു ദിവസം കൂടുതൽ ഫുഡ് കഴിച്ചെന്നുള്ള നിങ്ങൾക്കൊരു കുറ്റബോധം മനസാക്ഷിക്കുത്തുള്ള സമയത്ത് പിറ്റേ ദിവസം ഒന്ന് കലോറി കുറച്ചെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഈ ഡയറ്റ് ആരൊക്കെ ഫോളോ ചെയ്തുകൂടാന്ന് നോക്കാം. 18 വയസ്സിൽ താഴെയുള്ളവർ, അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ, അതുപോലെ തന്നെ ലാക്ടേറ്റിംഗ് മംസ്, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവർ, അതുപോലെ ഓൾഡ് ഏജിലുള്ളവർ, എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസിന് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നവർ, ഇത്രയും ആൾക്കാരെ ഈ ഡയറ്റ് ഒരിക്കലും ഫോളോ ചെയ്യാതിരിക്കുക. അപ്പോൾ വെരി ലോ കലോറി ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് അവർക്ക് ചിലപ്പോൾ തലകറക്കം ഉണ്ടായേക്കാം, വിശപ്പ് തീരാത്തൊരു ഫീലിങ്ങിന്, ഹങ്കർ, എപ്പോഴും വിശന്നുകൊണ്ടിരുന്നേക്കാം. കാരണം വേണ്ടത്ര കലോറി ചെല്ലുന്നില്ല. തലയ്ക്കകത്ത് വേദന എടുക്കാം. അതുപോലെ വായ എപ്പോഴും ഉണങ്ങിയിരിക്കും, വെള്ളമൊക്കെ എപ്പോഴും വേണമെന്നിങ്ങനെ തോന്നി ഡ്രൈ ആയിട്ടുള്ളൊരു മൗത്തായിരിക്കും എപ്പോഴും അവർക്ക്. അതുപോലെ ചിലപ്പം വയറിന് ദേഹത്തിനൊക്കെ വേദന ഉണ്ടായേക്കാം. അതുപോലെ ചില ആൾക്കാർക്ക് കോൺസ്റ്റിപ്പേഷൻ, ചില ആൾക്കാർക്ക് ഡയറിയ. ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിലായിരിക്കും ഇത് അഫക്റ്റ് ചെയ്യുന്നത്. പിന്നെ ചില ആൾക്കാർ തല കറങ്ങി വീണേക്കാം. അങ്ങനെ പല പ്രശ്നങ്ങൾ ഇതുകൊണ്ട് നേരിടാൻ തയ്യാറായിക്കോണം. ഇത് ആവശ്യമില്ലാതെ കുറേ നാളത്തേന് പോയി ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇനി കുറച്ച് ലോ കലോറി ഫുഡ് ഐറ്റംസിൻ്റെ ലിസ്റ്റ് തരാം. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എന്തൊക്കെ സാധനങ്ങൾ നിങ്ങൾക്ക് ഈ ലോ കലോറി ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ, ആഴ്ചയിൽ 1-2 ദിവസം ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റും എന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഡെയിലി ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പോപ്കോൺ ഇല്ലേ നമ്മുടെ, അത് യൂസ് ചെയ്യാം. നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. 1 ടീസ്പൂൺ ബട്ടർ അല്ലെ നെയ്യ് എടുക്കുക. എന്നിട്ട് അതിനകത്ത് ഉപ്പ് വളരെ കുറച്ച് യൂസ് ചെയ്യുക. കാരണം നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യേണ്ട. അപ്പം ഉപ്പ് കൂടുതലായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ പഫിനെസ് ഒക്കെ കൂടുതലായിരിക്കും, നമ്മുടെ ബോഡിയിൽ എഡിമാറ്റിക് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് മാത്രം ഉപയോഗിച്ച് പോപ്കോൺ ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അതുപോലെ നട്ട്സ്, ആൽമണ്ട്സ്, ഇതൊക്കെ നമുക്ക് കഴിക്കാം. ഇതിനൊക്കെ കലോറി വളരെ കുറവാണ്. ഒരു ബദാം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഏകദേശം 7 കലോറിയേ ഉള്ളൂ. ഒരു കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഏകദേശം 9 കലോറീസേ വരത്തുള്ളൂ. അതുപോലെ ഡേറ്റ്സ് ഒരെണ്ണത്തിന് 23 കലോറിയേ ഉള്ളൂ. ചിയാ സീഡ് 1 ടേബിൾ സ്പൂണിന് 60 തൊട്ട് 70 കലോറി വരെ ആയിരിക്കും. അപ്പോൾ 1 ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ കൂടുതൽ ചിയാ സീഡ് ഒരാൾക്ക് ഒരു ദിവസം ആവശ്യമില്ല. നിങ്ങൾ 1 ടേബിൾ സ്പൂൺ കഴിച്ചാൽ മതി. അത് ആവശ്യത്തിന് പാലിനകത്തോ വെള്ളത്തിനകത്തോ സോക്ക് ചെയ്യുമ്പം ഇഷ്ടംപോലെ അളവ് വരുന്നുണ്ട്. അതിനകത്ത് കുറച്ച് ഫ്രൂട്ട്സോ എന്തെങ്കിലുമൊക്കെ ചോപ്പ് ചെയ്തിട്ട് ഒരു സാലഡൊക്കെ പോലെ അല്ലെങ്കിൽ ഒരു പുഡിംഗ് ഒക്കെ പോലെ ഉണ്ടാക്കി കഴിച്ചാൽ നല്ല ഫില്ലിംഗ് ആണ്. പിന്നെ കഴിക്കാൻ പറ്റുന്ന സാധനം ബട്ടർ മിൽക്കാണ്. നമ്മുടെ തൈരിനകത്ത് ഏറെ വെള്ളം ഒഴിച്ച് ഇഞ്ചിയും പച്ചമുളകും കരിയാപ്പലയും ചുമന്നുള്ളിയൊക്കെ ചതച്ചിട്ട് കുടിക്കുമ്പോഴത്തേന് നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നല്ല ഫില്ലിങ്ങുമാണ്. ഒരു 40 കലോറീസ് ഒക്കെ ആകത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇട സമയത്ത് ഇതും കഴിക്കാവുന്നതാണ്. പിന്നെ കഴിക്കാൻ പറ്റുന്ന സാധനം എഗ്ഗ് ഫുള്ളായിട്ട് കഴിക്കാം. അപ്പോൾ ഒരു 150 കലോറീസ് ആകും. ഹോൾ എഗ്ഗ് അല്ലാതെ വൈറ്റ് മാത്രമായിട്ട് എടുക്കുവാണെങ്കിൽ കലോറീസ് കുറവാണ്. എഗ് വൈറ്റ് എടുക്കാം. ഗ്രിൽഡ് ചിക്കൻ എടുക്കാം. ഒരു 100 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് ഗ്രില്ല് ചെയ്തതിന് ഏകദേശം 160 കലോറീസ് ഒക്കെ ആകത്തുള്ളൂ. അതുപോലെ ഫിഷ് നമുക്ക് എന്ത് കഴിക്കാം, അയല, മത്തി പോലുള്ള ചെറിയ മീനുകൾ കറി വെച്ചിട്ട് കഴിക്കാം. അതിനകത്ത് കുറേ എണ്ണയൊന്നും ഒഴിച്ചല്ലാതെ ചെറിയ രീതിയിൽ എണ്ണയൊക്കെ ഒഴിച്ച് കറി വെച്ചിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അതിന് കലോറി കുറവാണ്. അതുപോലെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന വീറ്റ് ദോശ, ഓട്സ് ദോശ, ഇതൊക്കെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ചുടാൻ പറ്റും. അപ്പോൾ അതിനകത്തൊക്കെ ഒരു കഷ്ണം ബീട്രൂട്ടോ ക്യാരറ്റോ ഒക്കെ ഇട്ട് അതും കൂടെ കൂട്ടി ഒന്ന് അടിച്ചിട്ട് ഇച്ചിരി ഫൈബർ റിച്ച് ആക്കിയിട്ട് ഒരു ദോശ ഇട്ട് കഴിക്കുക. അപ്പോൾ നമുക്ക് ഫൈബറും കിട്ടും. വിശപ്പ് മാറണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ അതിനകത്ത് വേണമല്ലോ അല്ലേ. അല്ലാതെ കുറച്ച് സാധനങ്ങൾ മാത്രം കഴിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് വിശപ്പ് മാറത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ ബ്രൗൺ ബ്രെഡ് കഴിക്കാം. ഓട്സ് മേടിക്കുമ്പോൾ റോൾഡ് അല്ലെങ്കിൽ സ്റ്റീൽ കട്ട് ഓട്സ് വാങ്ങുക. പിന്നെ മില്ലറ്റ്സ് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. റാഗിയൊക്കെ മേടിക്കുമ്പം
എന്താ ചെയ്യുന്നത്, നിങ്ങൾ തൈറോയിഡ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് റാഗി ഒന്നും പറ്റത്തില്ല കേട്ടോ. ക്യാബേജ്, റാഗി അങ്ങനത്തെ സാധനങ്ങളൊന്നും തൈറോയിഡ് ഉള്ള ആൾക്കാർക്ക് പറ്റത്തില്ല. അതിനകത്ത് ഗോയിട്രജൻസ് ഉണ്ട്, അത് പറ്റത്തില്ല. അതുകൊണ്ടാണ്. പിന്നെ ലോ ഫാറ്റ് മിൽക്ക്, ബ്ലാക്ക് കോഫി കുടിക്കാം. അതും തൈറോയിഡ് ഉള്ള ആൾക്കാർ ബ്ലാക്ക് കോഫി കുടിക്കരുത്. വിത്തൗട്ട് ഷുഗർ ആണ് ഇതെല്ലാം സജസ്റ്റ് ചെയ്യുന്നത്. ഗ്രീൻ ടീ കുടിക്കാം. അതൊക്കെ ലോ കലോറി ആയിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ സ്വീറ്റ് പൊട്ടാറ്റോ, അതുപോലെ ക്യാപ്സിക്കം, ക്യാരറ്റ്, ക്യാബേജ്, ബ്രോക്കോളി, ഈ സാധനങ്ങളൊക്കെ എന്താണ് വളരെ കലോറി കുറഞ്ഞ സാധനങ്ങളാണ്. പിന്നെ ഫ്രൂട്ട്സിനകത്ത് ബനാന എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ നേന്ത്രപ്പഴമല്ല, റോബസ്റ്റ ബനാന. അത് അത്യാവശ്യം നല്ല പഴുത്തത്, അത് നമ്മുടെ ഈ സ്മൂത്തീസിനകത്തും ഓവർനൈറ്റ് ഓട്സിനകത്തും ഒക്കെ ഈ ബനാന മധുരത്തിന് വേണ്ടിയുള്ള നല്ലൊരു സോഴ്സാണ്. പിന്നെ എക്സ്ട്രാ നിങ്ങൾ ഡേറ്റ്സോ ഹണിയോ അങ്ങനെ പീനട്ട് ബട്ടറോ ഇതൊന്നും ആഡ് ചെയ്ത് നിങ്ങൾ ഓവർനൈറ്റ് ഓട്സോ അല്ലെങ്കിൽ സ്മൂത്തീസോ ഒന്നും ഉണ്ടാക്കി കുടിക്കരുത്. വെയിറ്റ് ഗെയിനേ ഉണ്ടാകത്തുള്ളൂ. നമ്മൾ സോഷ്യൽ മീഡിയാസിൽ കാണുന്നത് പോലെ കുറേ സാധനങ്ങളൊക്കെ ഇട്ട് നല്ലതായിട്ട് അലങ്കരിച്ചൊക്കെ ഉണ്ടാക്കുമ്പം അതിന് നല്ല ലുക്ക് കാണും. പക്ഷേ അത്രയ്ക്ക് നല്ലതല്ല അത് വെയിറ്റ് ലോസിന്. വെയിറ്റ് ലോസ് റെസിപ്പീസ് എന്നും പറഞ്ഞാണ് എല്ലാവരും ഇടുന്നത്. പക്ഷേ അത് നമ്മൾ അതനുസരിച്ച് ബാക്കി കലോറീസ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്തപ്പം ഈ റോബസ്റ്റ പഴത്തിൽ നിന്ന് തന്നെ കിട്ടുന്ന ഒരു നല്ല മധുരം കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾ അതിൻ്റെ കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കലോറി കൂടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കി കഴിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. പിന്നെ വാട്ടർമെലൺ കഴിക്കാം, പൈനാപ്പിൾ കഴിക്കാം, നമ്മുടെ പേരയ്ക്ക കഴിക്കാം, ആപ്പിൾ കഴിക്കാം. ഇതിനൊക്കെ കലോറീസ് കുറവാണ്. പിന്നെ ഉണക്കമുന്തിരിങ്ങ വെള്ളത്തിലിട്ട് കഴിക്കുന്നത് ചില ആൾക്കാർ അങ്ങനെ കഴിക്കാറുണ്ട്. പക്ഷേ ഉണക്കമുന്തിരിങ്ങയ്ക്ക് ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് അത് കഴിക്കാത്തതായിരിക്കും വെയിറ്റ് ലോസ് ചെയ്യുമ്പം നല്ലത് കേട്ടോ. ഇത്രയും ലിസ്റ്റ് ഞാൻ പറഞ്ഞ എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ലോ കലോറി ഫുഡ് അല്ലെങ്കിൽ ഡയറ്റ് ഒരു ദിവസം കഴിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വിശക്കാതിരിക്കണം, നമുക്ക് ഫില്ലിംഗ് ആയിട്ട് വേണം പോകാൻ. അപ്പോൾ നമുക്ക് കലോറി കുറഞ്ഞ സാധനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുക, പക്ഷേ നമുക്ക് ഫില്ല് ചെയ്യുകയും വേണം നമ്മുടെ വയറിനെ, അല്ലേ? അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ലിസ്റ്റ് പറഞ്ഞത്. ഈ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഒരു ദിവസത്തെ നിങ്ങളുടെ ഡയറ്റിനകത്ത് ഉൾപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് വിശപ്പ് മാറിക്കോളും, വേണ്ട സാധനങ്ങളൊക്കെ കഴിക്കാൻ പറ്റും. ഇനി 2 ദിവസത്തെ ഡയറ്റ് ചാർട്ട് ഞാൻ പറയാം. ഒരു 800 to 1000 കലോറീസിനകത്ത് നിൽക്കുന്ന 2 ദിവസത്തെ ഡയറ്റ് ആയിരിക്കും ഞാൻ പറയുന്നത്. അതിനകത്ത് ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ ഒരു മിഡ് മോർണിംഗ് സ്നാക്ക്, ലഞ്ച്, ഈവനിങ് സ്നാക്ക്, ഡിന്നർ, ഇങ്ങനെയായിരിക്കും ഉള്ളത്. അത് നിങ്ങൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണോ ഏത് ഫാസ്റ്റിംഗ് ആണോ ഫോളോ ചെയ്യുന്നത് അതിൽ നിങ്ങളുടെ ടൈം അനുസരിച്ച് നിങ്ങൾ മാനേജ് ചെയ്യുക. ഓക്കെ. പിന്നെ ഞാൻ വീണ്ടും പറയുവാണ്, ഈ ഡയറ്റ് നിങ്ങൾ കഴിച്ചു, ഒരു ദിവസം കഴിച്ച് നിങ്ങൾക്ക് കുഴപ്പമില്ല, ഒരാഴ്ച കഴിച്ചിട്ട് കുഴപ്പമില്ല, ഒരു മാസം കഴിച്ചിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഈ സെയിം മെത്തേഡ് നിങ്ങൾ കുറേ നാൾ ഫോളോ ചെയ്യരുത്. ഇതങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല. ഓക്കെ. അപ്പോൾ ഡേ 1 ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും കോക്കനട്ട് ചട്നിയും. ഈ കോക്കനട്ട് ചട്നിക്കകത്ത് പിന്നെ കൊണ്ടുപോയി കടുകൊന്നും താളിക്കണ്ട. അതിനകത്ത് തേങ്ങായും ഇഞ്ചിയും ചുമന്നുള്ളിയും പച്ചമുളകും കൂടിയിട്ട് നല്ലതായിട്ട് അരച്ചിട്ട് അതങ്ങ് മുക്കി മുക്കി കഴിച്ചാൽ മതി കേട്ടോ. ലോ കലോറി ആണല്ലോ, അപ്പോൾ അത് മതി. അതിൻ്റെ കൂടെ ജീരക വെള്ളമോ പെരുംജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളമോ കറുവാപ്പട്ട ഇട്ട് തിളപ്പിച്ച വെള്ളമോ അങ്ങനെ എന്തെങ്കിലും കുടിക്കാം. അല്ലെങ്കിൽ ഗ്രീൻ ടീ കുടിക്കാം, അല്ലെങ്കിൽ കട്ടൻ കാപ്പി വിത്തൗട്ട് ഷുഗർ കുടിക്കാവുന്നതാണ്. ഇനി ഒരു മിഡ് മോർണിംഗ് സ്നാക്ക്, അതിന് നമുക്ക് റൈത്ത പോലെ ഉണ്ടാക്കി കഴിക്കാം. ഒരു 1/2 ഗ്ലാസ് ലോ ഫാറ്റ് യോഗർട്ട് എടുക്കുക. അതിനകത്തേക്ക് 1/2 ക്യാരറ്റ്, 1/2 ക്യൂക്കമ്പർ, പിന്നെ ഒനിയൻ, ഇതെല്ലാം കൂടി ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് കോരി കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്, നമുക്ക് ഫില്ലിങ്ങുമാണ്, വലിയ കലോറി ആവത്തുമില്ല. ലഞ്ചിന് ബ്രോക്കൺ വീറ്റ് ഉപ്പുമാവ്, നമുക്ക് ഈ നഴ്സറികളിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു ഉപ്പുമാവ് ഉണ്ടല്ലോ, നുറുക്ക് ഗോതമ്പ് ഉപ്പുമാവ്, അങ്ങനെ വീട്ടിലുണ്ടാക്കി കഴിക്കാം. അതിനകത്ത് കുറച്ച് പീനട്ട്സ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം, ഒരു ക്രഞ്ചിനെസ്സിന് വേണ്ടിയിട്ട്. പിന്നെ അത്യാവശ്യം നല്ല രീതിക്ക് പച്ചക്കറികൾ ആഡ് ചെയ്തിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കുക. ഓക്കെ. പിന്നെ അതിൻ്റെ കൂടെ എക്സ്ട്രാ കറികളൊന്നും വേണ്ട, അത് മതി. കലോറി കുറഞ്ഞൊരു ഡയറ്റ് ആണല്ലോ പോകുന്നത്. അതുകൊണ്ട് ഇത് പ്രോട്ടീനും കുറവായിരിക്കും. നമ്മൾ ലോ കലോറി എന്ന് പറയുമ്പം പ്രോട്ടീൻ ഓൾസോ ഇതിനകത്ത് കുറവായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് ക്ഷീണം ഉണ്ടാകും. സോ ഇത് ഒത്തിരി നാൾ തുടരരുതെന്ന് അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്. ഇനി 4 മണിക്ക് ചായയുടെ സമയത്ത് 1/2 ഗ്ലാസ് ലോ ഫാറ്റ് മിൽക്കിനകത്ത് 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് ഒരു ചായ എടുക്കുക. മധുരം ഇടരുത്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പോപ്കോൺ കഴിക്കാവുന്നതാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഉപ്പ് വളരെ കുറച്ച് നെയ്ക്കകത്ത് 1 ടീസ്പൂൺ നെയ്ക്കകത്ത് സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കി പോപ്കോൺ കഴിക്കാവുന്നതാണ്. ഇനി ഡിന്നറിന് 2 ചപ്പാത്തി, 1 മുട്ട ഹോളായിട്ട് എടുക്കാം, പുഴുങ്ങി കറി വെച്ചിട്ട് കഴിക്കാവുന്നതാണ്. എണ്ണ വളരെ കുറച്ച് കറി ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് 1 മുട്ട ഫുള്ളായിട്ട് കഴിക്കാം. അന്നത്തെ നിങ്ങളുടെ ഒരു ദിവസത്തെ ഡയറ്റ് കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് ഡേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ പറയുന്ന ഓവർനൈറ്റ് ഓട്സ് ആണ്. ഇതിനകത്ത് എടുക്കേണ്ട സാധനങ്ങൾ 1/2 ഗ്ലാസ് ലോ ഫാറ്റ് മിൽക്ക്, 1/2 ഗ്ലാസ് വെള്ളം, പിന്നെ ഒരു റോബസ്റ്റ പഴം, നല്ല പഴുത്ത പഴം നോക്കിയെടുക്കുക. വേറെ ഒന്നും മധുരത്തിന് വേണ്ടി ആഡ് ചെയ്യരുത്. ഈ റോബസ്റ്റ പഴം തലേദിവസം തന്നെ നമ്മളെല്ലാം സോക്ക് ചെയ്യുന്ന കൂടെ കട്ട് ചെയ്തിട്ട് വെക്കുക. അതിൻ്റെ മധുരം തന്നെ ആ പാലിനും ചിയാ സീഡ്സിനും ഓട്സിനും ഒക്കെ കിട്ടിക്കോളും. പിന്നെ എടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ചിയാ സീഡാണ്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ റോൾഡ് ഓട്സ്. ഇതെല്ലാം കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുക. പിറ്റേ ദിവസം എടുത്ത് ഒരു 3 ആൽമണ്ട്
ആൽമണ്ട്സ് ക്രഷ് ചെയ്തിടുക, ഒരു ക്രഞ്ചിനെസ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. പിന്നെ നമ്മുടെ മിഡ് മോർണിംഗ് സ്നാക്കിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ബട്ടർ മിൽക്ക് കുടിക്കാം. അത് ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ ഉണ്ടാക്കി കുടിക്കുക. പിന്നെ ഉച്ചക്കത്തേന് 2 ചപ്പാത്തി, ഒരു മീൻ ഫുള്ളായിട്ട് എടുക്കാം. ഒന്നെങ്കിൽ മത്തി അല്ലെങ്കിൽ അയല കറി വെച്ച് കഴിക്കാം, അല്ലെങ്കിൽ ചിക്കൻ ഗ്രില്ല് ചെയ്തത്, ബ്രസ്റ്റ് പീസൊക്കെ ഗ്രില്ല് ചെയ്ത ചിക്കൻ്റെ ഒരു 50 ഗ്രാം കഴിക്കാവുന്നതാണ്. സാലഡ്സ്, ഇത് ഞാൻ ആദ്യം പറഞ്ഞ ഡയറ്റ് ഫസ്റ്റ് ഡേയിലും സെക്കൻഡ് ഡേയിലും എല്ലാ മെയിൻ മീൽസിൻ്റെ കൂടെയും നിങ്ങൾക്ക് സാലഡ്സ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ക്യൂക്കമ്പർ, ക്യാരറ്റ് മുതലായുള്ള സാധനങ്ങൾ സാലഡ്സിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ 4 മണിക്കത്തേന് ഗ്രീൻ ടീം, അതുപോലെ തന്നെ ഒരു ബോയിൽഡ് എഗ് എടുക്കാം, ഹോൾ എഗ് എടുക്കാവുന്നതാണ്. വൈറ്റും അതിൻ്റെ ഉണ്ണിയും കൂടെ ഒരുമിച്ച് കഴിക്കാവുന്നതാണ്, കുഴപ്പമില്ല. പിന്നെ രാത്രിക്കത്തേന് 2 ഓട്സ് ദോശ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. ഒരു 3-4 ടേബിൾ സ്പൂൺ റോൾഡ് ഓട്സ് എടുക്കുക. അതിനകത്തേക്ക് കുറച്ച് വെള്ളവും ഒരു ബീട്രൂട്ടിൻ്റെ കഷ്ണമോ ക്യാരറ്റിൻ്റെ കഷ്ണമോ തക്കാളിയുടെ കഷ്ണമോ ഒക്കെ ഇട്ടിട്ട് ഉപ്പും ഇട്ട് നല്ലതായിട്ട് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തിട്ട് ദോശ ചുട്ടെടുക്കാം. ഇൻസ്റ്റൻ്റ് ആയിട്ട് ചുടാവുന്നതാണ്. അതിന് മുന്നേ ഈ ഓട്സ് ഒന്ന് സോക്ക് ചെയ്തേക്ക്, എന്നിട്ട് ഒന്ന് വാഷ് ചെയ്തെടുത്തേക്ക്. ഫൈറ്റിക് ആസിഡ് കണ്ടൻറ്റ് ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. ചില ആൾക്കാർക്ക് ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻസ് ഉണ്ടാക്കും. അതുപോലെ തന്നെ നമ്മൾ ഓവർനൈറ്റ് ഓട്സിനകത്ത് ഇടുന്നതിന് മുമ്പും ഓട്സ് ഒന്ന് നിങ്ങൾ 3 ടേബിൾ സ്പൂൺ എടുക്കുന്നത് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യുക. നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യുമെന്ന് പറയില്ലേ, അങ്ങനെ ഒന്ന് ചെയ്തിട്ടിടുന്നതായിരിക്കും നല്ലത്. അപ്പോഴും ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻസ് ഉണ്ടാകാതിരിക്കാൻ അത് സഹായിക്കും. അപ്പോൾ രാത്രിക്കത്തേന് നിങ്ങൾക്ക് ഓട്സ് ദോശയുടെ കൂടെ പ്രത്യേകിച്ച് ആർഭാടങ്ങളൊന്നുമില്ല, കോക്കനട്ട് ചട്നി മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് സാലഡ്സും കൂടെ എടുക്കാവുന്നതാണ്. സാലഡ്സിനകത്ത് ക്യൂക്കമ്പറും ക്യാരറ്റും നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം, കാരണം അത് വലിയ കലോറി ഉള്ള സാധനമല്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരു ക്യാരറ്റ് എന്നൊക്കെ പറഞ്ഞാൽ 10-15 കലോറീസ് ഒക്കെ വരത്തുള്ളൂ. അര ക്യാരറ്റ് അല്ലെങ്കിൽ അര ക്യൂക്കമ്പർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്, വിശപ്പ് മാറുകയും ചെയ്യും. പിന്നെ ഈ കലോറി വളരെ കുറഞ്ഞിരിക്കുന്ന ഡയറ്റ് നോക്കുന്ന ദിവസങ്ങളിൽ ഇടയ്ക്ക് വിശക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്കിങ്ങനെ നട്ട്സോ കാഷ്യൂസോ ഒക്കെ 2-3 എണ്ണം അല്ലെ 4-5 എണ്ണം കഴിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് നോക്കുക, പെട്ടെന്ന് വിശപ്പ് മാറുന്നത് കാണാൻ പറ്റും. പിന്നെ എല്ലാ മീൽസിനും മുന്നേ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് എല്ലാ മെയിൻ മീൽസും എടുക്കാനും ശ്രമിക്കുക. സാലഡ്സ് ഉൾപ്പെടുത്തുക. നല്ലതായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഡയറ്റ് എല്ലാ ദിവസവും ഫോളോ ചെയ്യരുത്, അത് പിന്നെ വലിയ പ്രശ്നത്തിലേക്ക് നയിക്കും. സോ ലാസ്റ്റ് എനിക്കൊരു പ്രശ്നമായി തീരരുത്. ഞാൻ നിങ്ങളെ വിശ്വസിച്ചാണ് ഇതിടുന്നത്. അപ്പോൾ നിങ്ങൾ അത് നല്ല രീതിക്കൊക്കെ ഫോളോ ചെയ്യണം. എല്ലാ ദിവസവും പോയി ഫോളോ ചെയ്യരുത്. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്നതിൽ ഏതെങ്കിലും ഒരു 1-2 ദിവസം മാത്രം ഒരു ലോ കലോറി ഡയറ്റ് നിങ്ങളുടെ ബോഡിക്കൊന്ന് കൊടുക്കുക. അത്രയും ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തേന് അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തണം. ചില ആൾക്കാരൊക്കെ കമൻറ്റിൽ ഇടാറുണ്ട്, വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കണ്ടില്ലായിരുന്നു എന്നൊക്കെ. അത് നിങ്ങൾ ബെല്ലൈക്കണും കൂടെ എനാബിൾ ചെയ്യണം, എന്നെങ്കിൽ മാത്രമേ അതിനകത്ത് ഓൾ എന്നുള്ള ഇത് എനാബിൾ ചെയ്യണം. എന്നാലേ എല്ലാ വീഡിയോസിൻ്റെയും സജഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങളൊന്ന് കമൻറ്റും കൂടി ചെയ്യും. ഒരു ഇൻട്രാക്ഷൻസ് വേണ്ടേ നമ്മൾ തമ്മിൽ. ഇപ്പം 5K വ്യൂ 4K വ്യൂ എന്നൊക്കെ കാണിക്കാറുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടാണോ, അതോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകുവാണ്, ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം അതൊക്കെ ഒന്ന് അറിയാൻ എനിക്കും ഒരു താല്പര്യം കാണത്തില്ലേ. ഞാൻ തുടക്കക്കാരിയല്ലേ, അപ്പം നിങ്ങളുടെ സപ്പോർട്ടും എനിക്ക് ആവശ്യമുണ്ടല്ലേ. അപ്പം നിങ്ങൾ ഒന്ന് കമൻറ്റൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ ഇനി അടുത്ത വീഡിയോയിൽ എന്താണ് നിങ്ങൾക്ക് താല്പര്യമുള്ള എന്തെങ്കിലും ടോപ്പിക് ഉണ്ടെങ്കിൽ, വെയിറ്റ് ലോസ് റിലേറ്റഡ് എന്തെങ്കിലും ടോപ്പിക്സ് ഉണ്ടെങ്കിൽ അതൊന്ന് സജസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ഇടാനും ശ്രമിക്കാം. അപ്പോൾ ഓക്കെ, ബൈ.